നമസ്കാരം, എന്റെ പേര് ആസ്ക്വിത് ഉമ്മൻ അലക്സ്. മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള റീജിയണൽ ബിഷപ്സ് കൗൺസിൽ മധ്യകേരള മഹായിടവക ആസ്ഥാനത്ത് നടത്തി. സ്ഥിരീകരണ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി മഹായിടവക അധ്യക്ഷൻ പെരിങ്ങനാട് സഭ സന്ദർശിച്ചു. മറ്റു വിവിധ ശുശ്രൂഷകൾക്കായി നാളെ മങ്കുഴി, നിലമ്പൊടിഞ്ഞ സഭകളിൽ സന്ദർശനം നടത്തി. CSI മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യത്തിന്റെയും ഓഫീസ് സ്റ്റാഫിന്റെയും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടത്തപ്പെട്ടു. മധ്യകേരള മലബാർ മഹായിടവകളുടെ ചൈൽഡ് കെയർ മിനിസ്ട്രിയുടെ സംയുക്ത ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. വിളയംകോട് സഭയിൽ സന്ദർശനം നടത്തി മഹായിടവക യുവജന പ്രസ്ഥാനം നോർത്ത് സ്റ്റോൺ ഗോസ്പൽ ടീം. തെലങ്കാന മിഷനിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ക്രിസ്തു സ്നേഹം പങ്കിടുന്ന സംരംഭമായ സുവാർത്ത സേവ നടത്തപ്പെടുന്നു. അന്തർദേശീയ മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി കോട്ടയം CNITTI സെമിനാർ നടത്തി. വ്യത്യസ്തമാർന്ന ക്രിസ്തുമസ് സന്ദേശവുമായി വിവിധ ജില്ലാ യുവജന പ്രസ്ഥാനങ്ങൾ. വാർത്തകൾ വിശദമായി. CSI കേരള റീജിയണൽ ബിഷപ്സ് കൗൺസിലിന് മധ്യകേരള മഹായിടവക ആസ്ഥാനം വേദിയായി. കേരളത്തിലെ എല്ലാ മഹായിടവകളിൽ നിന്നും മഹായിടവക അധ്യക്ഷന്മാർ ഇതിൽ പങ്കെടുത്തു. ഗവൺമെന്റ് തലത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ, സഭ, പാരിസ്ഥിതിക ഇടയപരിപാലന വിഷയങ്ങൾ കൗൺസിലിൽ ചർച്ചയായി. കേരള റീജിയണൽ ബിഷപ്സ് കൗൺസിലിന് മധ്യകേരള മഹായിടവക ആതിഥേയത്വം വഹിച്ചു. റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് കേരള റീജിയണൽ ബിഷപ്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കുഷിച്ചെറിയാൻ റീജിയണൽ ബിഷപ്സ് കൗൺസിലിന്റെ പുതിയ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. റൈറ്റ് റവറൻഡ് ജോസ് ജോർജ് കേരള റീജിയൻ സൺഡേ സ്കൂൾ പ്രസിഡന്റായും റൈറ്റ് റവറൻഡ് കുര്യൻ പീറ്റർ കേരള റീജിയൻ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ രാവിലെ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ മഹായിടവക അധ്യക്ഷന്മാരും അവരുടെ സഹധർമ്മിണിമാരും പങ്കെടുത്തു. ആരാധന മധ്യേ CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായി നിർദ്ദേശിക്കപ്പെട്ട ബിഷപ്പ് റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസിന് മഹായിടവകയുടെ ആദരം നൽകി. 1909 സ്ഥാപിക്കപ്പെട്ട അടൂർ വൈദിക ജില്ലയിൽ താഴ്ത്തുമൺ ഇടവകയുടെ ഉപസഭയായ പെരിങ്ങനാട് സഭയിൽ നടത്തപ്പെട്ട പ്രഥമ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. സജീവ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷവും മഹായിടവക ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ M തമ്പി, ഇടവ വികാരി റവറൻഡ് അനീഷ് M ഫിലിപ്പ് എന്നിവർ ശുശ്രൂഷ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുവല്ല വൈദിക ജില്ലയിൽ മുണ്ടുകോട്ട CSI സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ മദ്ബഹ പുനരുദ്ധാരണ പദ്ധതികൾക്ക് തുടക്കമായി. 103-ാം ബദൽ ദിനത്തോടനുബന്ധിച്ച് അഭിമന്യ ബിഷപ്പുമാരായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ, കൊല്ലം കൊട്ടാരക്കര അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ജോസ് ജോർജ് എന്നിവർ ചേർന്ന് അടിസ്ഥാന ശില പ്രാർത്ഥിച്ച് നൽകി. മാവേലിക്കര വൈദിക ജില്ലയിൽ മങ്കുഴി ഇടവകയിൽ നാളെ നടത്തപ്പെടുന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകും. രാവിലെ 9 മണിക്ക് ശുശ്രൂഷകൾ ആരംഭിക്കും. പുന്നവേലി വൈദിക ജില്ലയിൽ ചേലക്കൊമ്പ് ഇടവകയുടെ ഉപസഭയായ നിലപൊടിഞ്ഞ സഭയ്ക്കായി പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠ ശുശ്രൂഷ നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നടത്തപ്പെടും. 125 വർഷം മുൻപ് സ്ഥാപിക്കപ്പെട്ട സ്കൂൾ കെട്ടിടത്തിലായിരുന്നു നാളിതുവരെ സഭാജനങ്ങൾ ആരാധന നടത്തിയിരുന്നത്. CSI മധ്യകേരള മഹായിടവക പുന്നവേലി വൈദിക ജില്ലയിൽ ചേലക്കൊമ്പ് ഇടവകയുടെ ഉപസഭയായ നിലമ്പൊടിഞ്ഞ സഭ 1898 ബിഷപ്പ് റൈറ്റ് റവറൻഡ് എഡ്വേർഡ് നോയൽ ഹോഡ്ജസ് സ്ഥാപിച്ചതാണ്. കഴിഞ്ഞ 1.25 നൂറ്റാണ്ടായി സ്കൂൾ കെട്ടിടത്തിലാണ് ഈ സഭ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ നിലമ്പൊടിഞ്ഞ സഭയ്ക്ക് ഒരു പുതിയ ദേവാലയം ഒരുങ്ങി. തോലശ്ശേരി CSI സെന്റ് തോമസ് ചർച്ചാണ് തങ്ങളുടെ ജൂബിലി പ്രോജക്ടിന്റെ ഭാഗമായി പണികൾക്ക് ആവശ്യമായുള്ള ഭൂരിഭാഗം സഹായവും നൽകിയത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നടത്തപ്പെടുന്ന
പ്രഥമ ദൈവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു പുഷിച്ചെറിയാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മഹായിടവക ജില്ലാ ഭാരവാഹികൾ, സഭയിൽ മുമ്പ് സേവനം ചെയ്ത ശുശ്രൂഷകർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ ശുശ്രൂഷയിൽ സംബന്ധിക്കും. ഞായറാഴ്ച രാവിലെ നടത്തപ്പെടുന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് എമിറിറ്റസ് റൈറ്റ് റവറൻ തോമസ് സാമുവൽ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 മുതൽ സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടത്തപ്പെടും. നിലംപൊടിഞ്ഞ സഭ 1.25 നൂറ്റാണ്ട് കാത്തിരുന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ദൈവിക നടത്തിപ്പിന് നന്ദി പറയുകയാണ് ചർച്ച് കമ്മിറ്റി അംഗങ്ങളും സഭാജനങ്ങളും ഒന്നാകെ. ഇടവക പട്ടക്കാരനായി സഭയിൽ സേവനം ചെയ്യുന്നത് റവറൻ സാംജി കെ സാമും, സഭാ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ജേക്കബ് ജോൺ സാറുമാണ്. ന്യൂസ് ഡെസ്ക് സെറാഫിം മീഡിയ. CSI മധ്യകേരള മഹായിടവകയുടെ ഉത്തരേന്ത്യൻ സഭയായ ബോറിവലി സെന്റ് ജെയിംസ് മലയാളം ചർച്ചിൽ നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവപട്ടക്കാരൻ റവറൻ റോബിൻ ഐ മാത്യു, ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. മുംബൈ മീര ഭയന്തറിലുള്ള മുംബൈ സെന്റർ മർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ 2025 സെൻട്രൽ ക്രിസ്മസ് കരോൾ സർവീസിലും കന്യാകുമാരി മാർത്താണ്ഡം ഇമാനുവൽ അർസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടത്തപ്പെട്ട കരോൾ സർവീസിൽ മഹായിടവക അധ്യക്ഷൻ മുഖ്യ സന്ദേശം നൽകി. സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രൊജക്ടുകളുടെയും ഏകോപിപ്പിച്ചിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷം നടത്തപ്പെട്ടു. കോട്ടയം ബേക്കർ കോമ്പൗണ്ടിലുള്ള ബേബി ലാൻഡിൽ നടത്തിയ ആഘോഷത്തിൽ സ്ത്രീജന സഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാക്കോശി അധ്യക്ഷത വഹിച്ചു. പള്ളം സ്പീച്ചിലി കോളേജ് ബസാർ റവൻ ലാൽജി എം ഫിലിപ്പ് ക്രിസ്തുമസ് സന്ദേശം നൽകി. നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരമുള്ള ആധുനിക ലോകത്തിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയും കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തബീദ ടൈലറിംഗ് സെന്റർ, എൽമ ബേക്കറി, ജുവൽ ബോക്സ് ക്യാൻറ്റീൻ, കുടുംബ പ്രിയവാദിനി മുതലായ എല്ലാ പ്രൊജക്ടുകളുടെയും സ്റ്റാഫ്, കൺവീനർമാർ, സ്ത്രീ സുവിശേഷകർ എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ബേബി ലാൻഡിലെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ക്രിസ്തുമസും പുതുവത്സരവും എല്ലാവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് സ്ത്രീജന സഖ്യ പ്രൊജക്ട് ഭാരവാഹികൾ ആശംസിച്ചു. മഹായിടവക ഓഫീസ് സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സർവീസ് ഇന്നലെ മഹായിടവക ആസ്ഥാനത്തിലുള്ള ബിഷപ്പ് ജേക്കബ് മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. സീമസ് സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് സി ചെറിയാൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു ചെറിയാൻ മുഖ്യ സന്ദേശം നൽകി. വൈദിക സെക്രട്ടറി റവറൻ അനിൻ കെ പോൾ, രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകൻ, വുമൻസ് ഫെലോഷിപ്പ് പ്രസിഡന്റ് ഡോക്ടർ ജസി സാറാക്കോശി എന്നിവർ ആശംസ സന്ദേശം നൽകി. ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ മനോഹരമായ കരോൾ ഗാനങ്ങൾ ആലപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓഫീസ് സ്റ്റാഫ് അംഗം ശ്രീ JP പോളിനെ അഭിവന്യ തിരുമേനി ആദരിച്ചു. CSI മധ്യകേരള മഹായിടവക ചൈൽഡ് കെയർ മിനിസ്ട്രിയുടെ ഭാഗമായ ചൈൽഡ് കെയർ സെന്ററുകളിലെ സ്റ്റാഫുകളും മലബാർ മഹായിടവക സെന്ററിലെ സ്റ്റാഫുകളുടെയും സംയുക്ത ട്രെയിനിംഗ് പ്രോഗ്രാം സുൽത്താൻ ബത്തേരിയിൽ നടത്തി. സുൽത്താൻ ബത്തേരി CSI ചർച്ച് ചെയർമാൻ റവറൻ സാം പ്രകാശ്, ചിൽഡ്രൻസ് വെൽഫെയർ ബോർഡ് സെക്രട്ടറി റവറൻ അനൂപ് ജോർജ് ജോസഫ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ബ്രിജേഷ്, ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ലാർജി ജേക്കബ്, സൈക്കോളജിസ്റ്റ് സിസ്റ്റർ ഡോക്ടർ LC, ശ്രീ നിവിൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹായിടവകയുടെ അധീനതയിലുള്ള ഹോസ്റ്റലുകളും ബാലക്ഷേമ പദ്ധതികളും അടങ്ങുന്നതാണ് ചൈൽഡ് കെയർ മിനിസ്ട്രി. നിലവിൽ മല്ലപ്പള്ളി, വെള്ളുത്തുരുത്തി, കാണക്കാരി എന്നീ 3 സെന്ററുകളിൽ ചൈൽഡ് കെയർ മിനിസ്ട്രി നടത്തപ്പെടുന്നു. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം നോർത്ത് സോൺ ഗോസ്പൽ ടീം പ്രവർത്തനങ്ങൾ വിളയംകോട് CSI സെന്റ് ആൻഡ്രൂസ് സഭയിൽ നടത്തപ്പെട്ടു. രാവിലത്തെ ആരാധനയ്ക്കും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും മഹായിടവക യുവജന പ്രസ്ഥാന ജനറൽ സെക്രട്ടറി റവറൻ ലിനോയസ് ജോൺ നേതൃത്വം നൽകി. നോർത്ത് സോൺ ഗോസ്പൽ കൺവീനർ എബി മാത്യു വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി.
ആരാധനയ്ക്ക് ശേഷം യുവജനങ്ങളുടെ മീറ്റിംഗ് കൂടുകയും മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സ്നേഹമോൾ സണ്ണിയും ജിനു മാത്യു ജോസഫും സംസാരിച്ചു. ശേഷം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഏകദേശം 150ഓളം ഭവനങ്ങളിൽ ഗോസ്പൽ ടീം സന്ദർശനം നടത്തി. 1967 വെരി റെവറൻഡ് പിഒ നൈനാനും നാൻസി കൊച്ചുമയും ആരംഭിച്ച തെലങ്കാന മിഷനിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സുവാർത്ത സേവ നടത്തപ്പെടുന്നു. ക്രിസ്തുവിന്റെ സ്നേഹവുമായി ഗ്രാമങ്ങൾ തോറും സന്ദർശനം നടത്തി കൂട്ടായ്മ പങ്കിടുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2026 മിഷൻ ആരംഭിച്ചിട്ട് 60ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ 10 പുതിയ ഗ്രാമങ്ങളിൽ കൂടെ ദൈവസ്നേഹം എത്തിക്കുവാൻ ശ്രമിക്കുന്നതായി മിഷണറി ഇൻചാർജ് റവറൻഡ് റിജു മാത്യു അറിയിച്ചു. ആദ്യ ക്രിസ്തുമസ് സുവാർത്ത സേവ റവറൻഡ് കെ ഈപ്പൻ ആരംഭം കുറിച്ച മേട്ടുപ്പള്ളി ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മുഗലപ്പള്ളി ദേവാലയത്തിലെ യുവജനങ്ങളും സ്ത്രീജന സഖ്യാംഗങ്ങളും അടങ്ങുന്ന 70ഓളം ആളുകൾ സുവാർത്തയിൽ പങ്കെടുത്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേട്ടുപ്പള്ളി സഭാംഗമായ സർപഞ്ച്, ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് എന്നിവരെ സഭയിൽ വിളിച്ച് ആദരിക്കുകയും ചെയ്തു. സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു. റിജു മാത്യു അച്ഛനും ജിൻസി കൊച്ചുമയുമാണ് മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അന്തർദേശീയ മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി കോട്ടയം CNI TTIയിൽ സെമിനാർ നടത്തി. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് കമ്മ്യൂണിക്കേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീ ലിനോജ് ചാക്കോ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ ചെയർമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേരിയോസ് വലിയ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ മൂല്യവും പ്രാധാന്യവും ഇന്നത്തെ സമൂഹത്തിൽ എത്രമാത്രം നിർണായകമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA മുഖ്യ അതിഥിയായിരുന്നു. CNI TTI പ്രിൻസിപ്പൽ ശ്രീമതി മിനു ആനി, കോട്ടയം സോൺ പ്രസിഡന്റ് ഫാദർ ഡോക്ടർ ഗീവർഗീസ് വെട്ടിക്കുന്നേൽ, കറന്റ് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ശ്രീ ജോർജി പി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേരിയോസ് വലിയ മെത്രാപ്പൊലീത്തയുടെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും മനുഷ്യാവകാശ ദിനാചരണ പരിപാടികൾ അവസാനിച്ചു. ക്രിസ്തുമസിന് ഷൂ ബോക്സ് സമ്മാനമൊരുക്കി മുണ്ടക്കയം വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം. മുണ്ടക്കയം വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തെലങ്കാന മിഷനിലെ മുഗലപ്പള്ളിയിലുള്ള നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായി ക്രിസ്തുമസ് സമ്മാനമായി ഷൂ ബോക്സുകൾ നൽകി. ജില്ലയിലെ വിവിധ യുവജന പ്രസ്ഥാന യൂണിറ്റുകളുടെ സഹകരണത്തോടെ ജില്ലയിൽ നിന്നും 120 ഷൂ ബോക്സുകൾ തെലങ്കാനയിലേക്ക് അയച്ചു. മുണ്ടക്കയം ജില്ലാ യുവജന പ്രസ്ഥാനം കൺവീനർ റവറൻഡ് നെബൂസ്കറിയ, ജില്ലാ ഭാരവാഹികൾ എന്നിവരാണ് വ്യത്യസ്തമായ ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി പ്ലാസ്റ്റിക് പാപ്പ. 6 അടി ഉയരത്തിൽ പ്ലാസ്റ്റിക് ക്രിസ്മസ് പാപ്പ ഒരുക്കി വ്യത്യസ്തമായ പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി CSI കുമ്പളാമ്പൊയ്യ വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം. പൊതുനിരത്തിൽ നിന്നും ശേഖരിച്ച 200 പ്ലാസ്റ്റിക് കുപ്പികളാണ് യുവജനങ്ങളുടെ കരവിരുതിൽ മനോഹരമായ ക്രിസ്തുമസ് പാപ്പയായി പുനർജനിച്ചത്. ഹാപ്പി ക്രിസ്തുമസ്, ഹരിത ക്രിസ്തുമസ് സന്ദേശമുയർത്തി യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പ്ലാസ്റ്റിക് പാപ്പയെ ഒരുക്കിയത്. പെരുവയൽ സെന്റ് ജെയിംസ് സഭാംഗമായ സനീഷും യുവജന പ്രസ്ഥാനം അംഗങ്ങളുമാണ് ജില്ലാ യുവജന പ്രസ്ഥാനത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളിൽ പരമാവധി പ്ലാസ്റ്റിക് അലങ്കാരങ്ങൾ ഒഴിവാക്കിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ക്രിയാത്മകമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൂർണ്ണമായും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ക്രിസ്തുമസ് പാപ്പയുടെ രൂപം റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.